ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ. അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചക്കായ, ക്യാരറ്റ്, പയർ, ബീൻസ്, കൊത്തമര, ഒരു കഷ്ണം കയ്പയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കഷ്ണം വേവാനായിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി വെച്ചിട്ട് ഞാൻ സിമ്മിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഷ്ണം വേവുന്ന സമയത്ത് ഞാൻ അരമുറി തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് നമ്മുടെ എരിവിന് പാകത്തിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു നുള്ള ജീരകവും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേവിച്ച് വെച്ച അവിയലിൻ്റെ കഷ്ണത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കിവിടെ ഡ്രൈ ആയിരിക്കുന്നതിനേക്കാളും അവിയൽ കഴിക്കാനിഷ്ടം കുറച്ചൊരു വെള്ളത്തിലുള്ള അവിയലാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിയൽ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒത്തിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട്.